നമസ്കാരം, നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. ലഹരി കേസിൽ നടൻ ഷൈൻ ടോം ചാക്കോയെ പ്രതിപട്ടികയിൽ നിന്നും ഒഴിവാക്കിയേക്കും. കൊച്ചിയിലെ ഹോട്ടലിൽ വെച്ചുണ്ടായ വിവാദ സംഭവത്തിൽ നടൻ ലഹരി ഉപയോഗിച്ചതായി ശാസ്ത്രീയമായി തെളിയിക്കുവാൻ പോലീസിന് സാധിക്കാതെ വന്നതാണ് ഇതിന് കാരണം. ഫോറൻസിക് പരിശോധനാ ഫലം നടന് അനുകൂലമായതോടുകൂടി പോലീസിന്റെ കണ്ടെത്തലുകൾക്ക് വലിയ തിരിച്ചടിയാണ് നേരിട്ടിരിക്കുന്നത്. കഴിഞ്ഞ ഏപ്രിലിൽ കൊച്ചിയിലെ സ്വകാര്യ ഹോട്ടലിൽ ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്ന രഹസ്യ വിവരത്തെ തുടർന്ന് ഡാൻസ് ഓഫ് സംഘം നടത്തിയ പരിശോധനയ്ക്കിടെ ഷൈൻ ടോം ചാക്കോ ഇറങ്ങിയോടിയത് വലിയ വാർത്തയായിരുന്നു. ഹോട്ടലിന്റെ 3-ാം നിലയിൽ നിന്നും ഓടി രക്ഷപ്പെടുവാൻ ശ്രമിച്ച നടനെ പോലീസ് പിടികൂടുകയും കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നു. ചോദ്യം ചെയ്യലിൽ താൻ ലഹരി ഉപയോഗിക്കാറുള്ളതായി ഷൈൻ ടോം മൊഴി നൽകുകയും പിന്നീട് ലഹരി വിമുക്ത കേന്ദ്രത്തിൽ ചികിത്സ തേടുകയും ചെയ്തിരുന്നു. കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ ശാസ്ത്രീയ തെളിവുകളുടെ അഭാവം കേസിനെ ബാധിക്കാതിരിക്കണമെന്ന കാരണത്തിനാൽ ഷൈനെ പ്രതിപട്ടികയിൽ നിന്നും ഒഴിവാക്കുന്ന കാര്യത്തിൽ പോലീസ് നിയമോപദേശം തേടിയത്. കൊച്ചി നോർത്ത് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ഷൈനൊപ്പം സുഹൃത്ത് അഹമ്മദ് മുർഷാദും പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടിരുന്നു. 2025 ഡിസംബർ 21 പുറത്തു വന്ന റിപ്പോർട്ട് പ്രകാരം ഷൈൻ്റെ ശരീര സാമ്പിളുകളിൽ ലഹരിയുടെ അംശം കണ്ടെത്തുവാനായില്ല. ഇതോടെ നടനെ പ്രതിപട്ടികയിൽ നിന്നും ഒഴിവാക്കുന്ന കാര്യത്തിൽ പോലീസ് നിയമോപദേശം തേടുകയാണ്. അന്ന് ഷൈനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുകയും ചെയ്തിരുന്നു. ഈ കേസിന് പുറമെ 2015 വിവാദമായ കൊക്കൈൻ കേസിലും ഷൈൻ ടോം ചാക്കോയെയും മറ്റു പ്രതികളെയും 2025 ഫെബ്രുവരിയിൽ കോടതി കുറ്റവിമുക്തരാക്കിയിരുന്നു. ലഹരി ഉപയോഗിച്ചതിന് ശാസ്ത്രീയ തെളിവുകൾ ഹാജരാക്കുവാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്ന് നിരീക്ഷിച്ചാണ് എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി വിധി പുറപ്പെടുവിച്ചത്. നിലവിലെ കേസിലും ശാസ്ത്രീയ പരിശോധനാ ഫലം അനുകൂലമായതോടുകൂടി ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെയുള്ള നിയമ നടപടികൾ അവസാനിപ്പിക്കുവാനാണ് സാധ്യത. ലഹരി ഉപയോഗിച്ചതായി മൊഴി നൽകിയെങ്കിലും അത് കോടതിയിൽ തെളിവായി സ്വീകരിക്കുവാൻ ശാസ്ത്രീയ പിൻബലം വേണം. സാഹസികമായി ഇറങ്ങിയോടിയ ഷൈൻ്റെ പ്രവൃത്തി വലിയ സംശയങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. ലഹരി മരുന്ന് കൈവശം വെച്ചതിനോ വിറ്റതിനോ തെളിവുകളില്ലാത്ത സാഹചര്യത്തിൽ കേവലം ലഹരി ഉപയോഗം തെളിയിക്കുവാൻ രക്തപരിശോധനയോ മൂത്രപരിശോധനയോ അനിവാര്യമാണ്. ഇതിൽ ലഹരിയുടെ അംശം കണ്ടെത്തുവാൻ കഴിയാത്തതിനാൽ കേസ് കോടതിയിൽ നിലനിൽക്കില്ലെന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഈ സാഹചര്യത്തിൽ കേസിലെ 2-ാം പ്രതിയായ അഹമ്മദ് മുർഷാദിനെതിരെയുള്ള തെളിവുകൾ പോലീസ് വീണ്ടും പരിശോധിച്ചു വരികയാണ്. മലയാള സിനിമ സഹസംവിധായകനായി എത്തി പിന്നീട് മികച്ച സ്വഭാവ നടനായും നായകനായും തിളങ്ങിയ വ്യക്തിയാണ് ഷൈൻ ടോം ചാക്കോ. സംവിധായകൻ കമലിന്റെ സഹായിയായി സിനിമയിൽ തുടക്കം കുറിച്ച അദ്ദേഹം ഗദ്ദാമ എന്ന ചിത്രത്തിലൂടെയാണ് അഭിനയ രംഗത്തേക്ക് കടന്നു വരുന്നത്. തുടർന്ന് അന്നയും റസൂലും എന്ന ചിത്രത്തിലെ അബു എന്ന കഥാപാത്രത്തിലൂടെ പ്രേക്ഷക ശ്രദ്ധ നേടി. ഇതിഹാസ എന്ന സിനിമയിലൂടെ നായകനായി അരങ്ങേറ്റം കുറിച്ച അദ്ദേഹം ബോക്സ് ഓഫീസിൽ വലിയ വിജയം കൊയ്യുകയും മലയാള സിനിമയിലെ സജീവ സാന്നിധ്യമായി മാറുകയും ചെയ്തു. കമ്മട്ടിപ്പാടം, ഉണ്ട, ഇഷ്ക് തുടങ്ങിയ ചിത്രങ്ങളിലെ പ്രകടനം അദ്ദേഹത്തിന്റെ അഭിനയ ജീവിതത്തിലെ നിർണായകമായ നാഴികക്കല്ലുകളായി മാറി. കുറുപ്പ്, ഭീഷ്മപർവം എന്നീ സിനിമകളിലെ ഷൈൻ്റെ വേഷങ്ങൾ ചർച്ചയായി. തൻ്റെ വേറിട്ട സംഭാഷണ ശൈലിയും പെരുമാറ്റ രീതികളും കൊണ്ട് പലപ്പോഴും വാർത്തകളിൽ നിറയാറുള്ള ഷൈൻ മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക് ഭാഷാ ചിത്രങ്ങളിലും സജീവമാണ്. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.